ഏണിയിൽ നിന്ന് ഒറ്റയൊരു ഏണിയിൽ നിന്നുകൊണ്ട് ഒരാളെ ഇത്രയും വെയിറ്റുള്ള ഒരാളെ എങ്ങനെ താങ്ങും? പക്ഷെ എന്നാലും ആ സാറന്മാരെ സമ്മതിക്കണം. അവരുടെ ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചു. ഏകദേശം 40 അടി ഉയരമുള്ള തെങ്ങായിരുന്നു. അദ്ദേഹത്തിന് ഒരു 65-70 കിലോയോളം ഭാരം വരും. പെട്ടെന്ന് നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ഗുണം കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ എനിക്ക് പിടിച്ച് തെങ്ങിൽ നിന്ന് പെട്ടെന്ന് തന്നെ വീണ അദ്ദേഹത്തെ എൻ്റെ കാലിലും കയ്യിലുമായി പിടിച്ച് ആ ലാഡർ നേരെ കറക്റ്റായിട്ട് അദ്ദേഹത്തെ നിർത്താൻ പറ്റി. എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ കൃത്യമായിട്ട് ലാഡർ പിടിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇതിനൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ താഴത്തുള്ള നമ്മുടെ ജീവനക്കാർ പുള്ളി അഥവാ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കയറുന്ന ടൈമിനുള്ളിൽ തന്നെ പുള്ളി താഴത്ത് വീഴാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഈ താഴെ നമ്മുടെ ജീവനക്കാർ അതൊരു ബി പ്ലാൻ എന്ന നിലയിൽ നമ്മളുടെ കയ്യിലുള്ള വല ഫുള്ളായിട്ട് വിരിച്ച് തെങ്ങിന് താഴെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. പുള്ളി അഥവാ കയറുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് വീണാൽ പോലും ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ ഒരു ബി പ്ലാൻ എന്ന നിലയിൽ പുള്ളി താഴെ ആ വലയിലെ വീഴത്തുള്ളൂ. ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ചെല്ലുമ്പം നമുക്ക് ഇറക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടും. അതായത് ഇവർ സേഫ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്, നല്ല പിടിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ് ഉപയോഗിച്ചൊക്കെ ഇറക്കാനായിട്ടുള്ളൊരു സാവകാശം കിട്ടും. ഇതിനെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാവകാശമൊന്നും കിട്ടിയില്ല. ആദ്യം ചെല്ലുന്ന ആ സമയത്ത് തന്നെ ഒരു കാല് അദ്ദേഹത്തിൻ്റെ വിട്ടുപോയി. വീണ്ടും രണ്ടാമത് നമ്മൾ പിന്നീട് നമുക്ക് വേറെ ആലോചന അല്ലെങ്കിൽ എങ്ങനെ ഇറക്കണം ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ചെന്ന് അദ്ദേഹത്തെ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാഡർ ചാരി ലാഡർ കെട്ടാനുള്ളൊരു സമയം പോലും ആ സമയത്ത് നമ്മൾ എടുത്തില്ല. നമ്മൾ നേരെ അദ്ദേഹത്തെ കെട്ടി സേഫാക്കാനാണ് നോക്കിയത്. പക്ഷേ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ആ കെട്ടി സേഫാക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ലാഡറിൽ നിന്ന് മറ്റേ അദ്ദേഹത്തിൻ്റെ മെഷീനിൽ നിന്ന് കൊളുത്തൂരി അദ്ദേഹം താഴേക്ക് വലിക്കുന്നത്. ശരിക്കും ഒരു കെട്ടാനായിട്ട് ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ ആ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. കാര്യം അദ്ദേഹം 3/4 മണിക്കൂറോളമായിട്ട് അദ്ദേഹം തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുന്നതിനും പുള്ളിക്കൊരു ഇതുണ്ട്. പുള്ളി ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു, സാറേ എനിക്ക് തീരെ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും ഇവിടുന്ന് ഇറങ്ങണം, എങ്ങനെയും നമുക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ കുറച്ച് നേരം കൂടി ഇത് കെട്ടുന്നവരെ ചേട്ടൻ ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അത് പറ്റില്ല. നമ്മൾ ആ മെഷീൻ ഇളകുമ്പോഴാണ് നമ്മളുടെ കാല് അതിൽ നിന്ന് റിലീസായി പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇളകിയതുകൊണ്ടാവാം അങ്ങനെ പോകുന്നത്. പക്ഷേ എന്നാലും നമുക്കത് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റി, കയ്യിൽ പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ദൈവാനുഗ്രഹവും ഒരു സേനയുടെ വിജയവും എന്ന് പറയുന്നത്. അടക്കി കിടന്ന് ഫയർഫോഴ്സ് വന്നിട്ട് സാറന്മാരുടെ നന്മ കൊണ്ട് ഇന്ന് ഞാൻ ജീവനോട്ടിരിക്കും.